ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പല്ലിൻ്റെ പ്രശ്നം പല്ല് പുളിപ്പ് എന്നുള്ളതാണ്. നമ്മുടെ പ്രായമേറിയ വ്യക്തികളിലായാലും ചെറുപ്പക്കാരിലായാലും കൂടുതലും പ്രായമേറിയ വ്യക്തികളിലാണ് പല്ല് പുളിക്കുന്നു, അല്ലെങ്കിൽ ചൂടോ തണുപ്പോ കഴിക്കുമ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുന്നു എന്നുള്ളൊരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ അതിലാദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പല്ലിൻ്റെ പുറത്തെ ഒരു ലെയർ, ഇനാമൽ എന്ന് പറയുന്ന ലെയർ, ഇനാമലിനകത്ത് ഡെൻറ്റീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ലെയറുണ്ട്. അതിനകത്താണ് പൾപ്പ് എന്ന് പറയുന്ന ഞരമ്പുകളും അതിൻ്റെ രക്തധമനികളും എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് ഒരു പല്ലിൻ്റെ ഏറ്റവും ഉൾവശം. ആ പുറത്തെ ഇനാമൽ ലെയറിൽ എന്തെങ്കിലും കോട്ടം തട്ടി രണ്ടാമത്തെ ലെയറായ ഡെൻറ്റീൻ പുറത്ത് വരുമ്പം അത് എക്സ്പോസ്ഡ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പുളിപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ആ ഡെൻറ്റീൻ വളരെ സെൻസിറ്റീവാണ്. ആ രണ്ടാമത്തെ ലെയറിൽ ചൂടോ തണുപ്പോ എല്ലാം തട്ടുമ്പോൾ വളരെയധികം ഒരു പുളിപ്പ് അനുഭവപ്പെടും മനുഷ്യന്. അത് എന്തുകൊണ്ടുണ്ടാവാം? വർഷങ്ങളോളം പ്രായം ചെന്നവരിലാണെങ്കിൽ പല്ലിൻ്റെ തേയ്മാനം കൊണ്ടുണ്ടാവാം. അത് പ്രായം ചെന്നവരിലും ചെറുപ്പക്കാരിലും ഏറ്റവും വേഗം വരാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ്, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ കട്ടിയാണ്. നിങ്ങൾ ഒരു ബ്രഷ് വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ബ്രഷ് ഏതാണ്, സോഫ്റ്റ് ആണോ, മീഡിയം ആണോ, അല്ലെങ്കിൽ ഹാർഡാണോ എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സോഫ്റ്റിൽ തന്നെ എക്സ്ട്രാ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ബ്രഷുകളും ലഭ്യമാണ്. ഇത് നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല. ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ പോയി ബ്രഷ് കാണുന്നു, അത് വാങ്ങിക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ആ ബ്രഷിൻ്റെ മുകളിൽ വലതോ ഇടതോ ഭാഗത്തായിട്ട് അത് സോഫ്റ്റ്, ഹാർഡ്, മീഡിയം എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കും. എപ്പോഴും ശരാശരി എന്നല്ല, ഓൾവേസ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സോഫ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാൻ തന്നെയാണ്. അതുപയോഗിച്ചാൽ നമ്മുടെ ഇനാമലിന് തേയ്മാനം വളരെ കുറച്ച് മാത്രം സംഭവിക്കും. അതുപോലെ പല്ല് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക. കാരണം 6 മാസത്തിൽ കൂടുതൽ, ഇപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴും ക്ലീൻ ചെയ്യാൻ പാടില്ല, അതും നമുക്ക് കേടാണ്. 6 മാസത്തിൽ കൂടുതലായപ്പോലും കേടാണ്. എന്തുകൊണ്ടാണ്? പല്ലിൽ കക്ക നടിഞ്ഞുകൂടുകയും അത് നീക്കം ചെയ്യാൻ നമ്മൾ പിന്നെ കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടിയും വരും 6 മാസത്തിൽ കൂടുമ്പോൾ. അപ്പോൾ എല്ലാ 6 മാസത്തിലും പല്ല് വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. ടൂത്ത് പേസ്റ്റ്, ഇപ്പോൾ ഉപ്പുള്ള ടൂത്ത് പേസ്റ്റ് എന്ന് പരസ്യം വരും. അതുപോലെ വേറെ നമ്മുടെ ലോക്കലി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബ്രാൻഡുകളും പറയുന്നില്ല, ലോക്കലി ലഭ്യമായിട്ടുള്ള ഒരുപാട് ടൂത്ത് പേസ്റ്റുകളുണ്ട്. ഇതിലെല്ലാം ഈ ഓരോ പേസ്റ്റിനകത്ത് ചെറിയ ചെറിയ തരികളുണ്ടാവും. ആ തരികളുടെ അളവ് കൂടുതലായിരിക്കും. ഈ തരികളുടെ അളവ് പേസ്റ്റിൽ കൂടുമ്പോൾ അതും നമ്മുടെ പല്ല് തേഞ്ഞു തീരാൻ ഒരു കാരണമായി തീരും. പഴയ കാലങ്ങളിൽ പൽപ്പൊടി അല്ലെങ്കിൽ ഉമിക്കരി എല്ലാം ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കിക്കൊണ്ടിരുന്നൊരു ജനത നമ്മുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ അപ്പന്മാരോ അമ്മമ്മമാരോ കൊണ്ടുപോയി നമുക്ക് കാണാൻ കഴിയും. അവരുടെയൊക്കെ പല്ലുകൾ വളരെ പെട്ടെന്ന് തന്നെ പുളിപ്പ് അനുഭവപ്പെടുകയും അല്ലെങ്കിൽ പല്ലുകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. കാലം അത് ഈ പൽപ്പൊടിയും ഉമിക്കരിയും എല്ലാം മാറ്റിക്കൊണ്ട് വന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞ ഗ്രാനുവൽ സൈസ് വളരെ കൂടുതലാണ്. ഇത് കാരണം നമ്മുടെ പല്ലുകൾ പെട്ടെന്ന് തേയ്മാനം വരികയും ചെയ്യും. ടൂത്ത് പേസ്റ്റ്, അടുത്തൊരു ഫാക്ടർ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? ബ്രഷ്, ക്ലീനിങ് ചെയ്യുക 6 മാസത്തിലൊരിക്കൽ, ടൂത്ത് പേസ്റ്റിൻ്റെ ഉപയോഗം. പിന്നെ പല്ലിനിടയിൽ ഭക്ഷണങ്ങൾ തങ്ങി നിൽക്കുന്നതാണ് വേറൊരു കാരണം. ഈ പല്ലിനിടയിൽ ഭക്ഷണങ്ങൾ തങ്ങി നിൽക്കുന്നത് നമ്മളൊരു ടൂത്ത് പിക്കോ ഒന്നും ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ പാടില്ല. ബ്രഷ് ഉപയോഗിച്ച് പോവുക. അല്ലാതെ നമുക്ക് നല്ല വൃത്തിയായി വെള്ളം ഉപയോഗിച്ച് കഴുകുക. അല്ലെങ്കിൽ ഫ്ലോസ് എന്നൊരു സാധനമുണ്ട്, ഒരു നൂല് പോലെ ഇരിക്കും ഫ്ലോസ് എന്നൊരു നൂല് പോലെ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പല്ലിനിടയിലേക്ക് ഇറക്കി വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഒരിക്കലും ഒരു മൂർച്ചയേറിയ സാധനം കൊണ്ട്, പിന്നോ ടൂത്ത് പിക്കോ ഒന്നും കൊണ്ട് പല്ലിനിടയിൽ കുത്താൻ പാടുള്ളതേ അല്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ട്, നമ്മളറിയാതെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 6 മാസമുള്ള ക്ലീനിങ്ങിൽ അത് വൃത്തിയാവുന്നതായിരിക്കും. ഇങ്ങനെ എല്ലാം വൃത്തിയായി സൂക്ഷിച്ച് ഒരു ആരോഗ്യമുള്ള മോണ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ പല്ല് പുളിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മോണയും പല്ലും വേറെയല്ല, രണ്ടും ഒന്നാണ്. ഒരുമിച്ച് തന്നെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ള മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നന്ദി.